ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കബാബാണ്. അപ്പോൾ ഇതിന് ഓവനോ ഗ്രില്ലോ ഒന്നും തന്നെ വേണ്ട, അതുപോലെ തന്നെ ഗ്രിൽ പാനോ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ സാധാരണ നോർമൽ ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതും ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അപ്പോൾ ഈ നല്ല ടേസ്റ്റുള്ള ഈ ഒരു ചിക്കൻ കബാബ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 400 ഗ്രാം ചിക്കനാണ്. എല്ലില്ലാത്ത പീസുകളാണ് കേട്ടോ വേണ്ടത്. അതൊരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഈ ഒരു ചിക്കന് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അതൊരു 2 നുള്ള് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല തിക്കായിട്ടുള്ള സോയാ സോസ് ആയതുകൊണ്ട് 1/2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഇനി കട്ടി കുറഞ്ഞതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇനി ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ചേർക്കാം, അത് 1 ടേബിൾ സ്പൂൺ. പിന്നെ എരിവിനനുസരിച്ച് ഞാൻ മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അത് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഒരു വലിയ നാരങ്ങയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് 1 ടേബിൾ സ്പൂൺ എണ്ണ എന്ന് പറയുമ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. നമുക്ക് ഒലീവ് ഓയിൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഈ ഒരു മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ല പോലെ ഇത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഏകദേശം ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ മസാലയൊക്കെ ഈ ഒരു ചിക്കനിലേക്ക് പിടിക്കണ ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഈ ഒരു ചിക്കന് മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർക്കാനുണ്ട്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ കൂടുതലൊന്നുമില്ല. ഞാൻ കുറച്ച് സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കം പിന്നെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം ഈ തക്കാളിയിൽ നിന്ന് കൂടുതൽ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ ആ തക്കാളിയുടെ ഉള്ളിലുള്ള ആ ഒരു കുരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞിട്ട് വേണം ഇതുപോലെ മുറിച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നാരങ്ങയുടെ നീരാണ്. അപ്പോൾ ഞാനൊരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വലിയൊരു നാരങ്ങ ആയതുകൊണ്ട് പകുതി മതിയാവും, ചെറുതാണെങ്കിൽ ഒരെണ്ണം ഫുള്ള് ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് എണ്ണയാണ്. അപ്പോൾ എണ്ണ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ്. കൂടുതൽ ഇതിലേക്ക് നല്ലത് ഒലീവ് ഓയിലാണ് കേട്ടോ. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും ഏകദേശം ഒരു 1/2 മണിക്കൂറോളം വെക്കണം കേട്ടോ. മറ്റേത് ഞാൻ 2 മണിക്കൂർ മിനിമം വെച്ചിട്ടുണ്ട്, ഇതൊരു 1/2 മണിക്കൂറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കബാബ് സ്റ്റിക്ക് എടുക്കുക. അതിലേക്ക് നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ കോർത്തെടുക്കാം. അപ്പോൾ കൂടുതൽ വെജിറ്റബിൾ വേണമെങ്കിൽ കൂടുതൽ വെജിറ്റബിൾ ഇതുപോലെ കോർക്കാം. എന്നിട്ട് ആവശ്യത്തിന് ചിക്കനും ചേർത്ത്, അല്ലെങ്കിൽ ചിലർക്ക് കൂടുതൽ ചിക്കനായിരിക്കും ഇഷ്ടം, അപ്പോൾ അതുപോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കുക. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കുക. അപ്പോൾ നമ്മളിതിൽ അധികം എണ്ണയൊന്നും ഉപയോഗിക്കണില്ല. നമ്മൾ ആ ഒരു ചിക്കനിലും അതുപോലെ തന്നെ ആ ഒരു വെജിറ്റബിൾസിലൊക്കെ കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ടല്ലോ, ഏകദേശം 1 ടേബിൾ സ്പൂൺ വീതം. അത്ര മാത്രമേ നമ്മൾ എണ്ണ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് ബട്ടർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് നമുക്കൊന്ന് മൂടി വെച്ചങ്ങാണ്ട് വേവിക്കാം. അപ്പോൾ കൂടുതൽ ടൈം മൂടി വെക്കരുത്. മൂടി വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെയും അതിൻ്റെയൊക്കെ ആ ഒരു കളറ് മാറിപ്പോകും. അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി വെക്കുക. നമുക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടും.
നമ്മൾ തിരിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ചട്ടകം കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. കാരണം നമ്മളിതിൽ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ പുറം ഭാഗമൊക്കെ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു കബാബ് എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.